മലപ്പുറം തിരൂർ ആലിങ്ങലിൽ അക്ഷയ കേന്ദ്രം ഹാക്ക് ചെയ്ത് ആധാർ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രം അധികൃതർ ജില്ലാ സൈബർ ക്രൈമിൽ പരാതി നൽകി. ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തു നിന്നുമാണ് ഹാക്കിംഗ് നടത്തിയതെന്നാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. 38 ആധാർ കാർഡുകളാണ് കേന്ദ്രത്തിലെ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞു കയറി പുറമെ നിന്നുള്ളവർ തയ്യാറാക്കിയിരിക്കുന്നത്. റിപ്പോർട്ട്. പീസ് പബ്ലിക് സ്കൂൾ കോട്ടക്കൽ, നർച്ചറിംഗ് വേൾഡ് ക്ലാസ് ലീഡേഴ്സ്. ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തു നിന്നുമാണ് ഹാക്കിംഗ് നടത്തിയതെന്നാണ് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തൽ. ഇന്ത്യയിൽ വിലാസമോ രേഖകളോ ഇല്ലാത്തവർക്ക് വേണ്ടിയാകാം ഇത് ചെയ്തതെന്നാണ് സൂചന. ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണോ ഇതെന്നും സംശയമുണ്ട്. ആലിംഗലിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിൽ നിന്നും എൻറോൾ ചെയ്ത 38 എൻട്രികൾ ഇത്തരത്തിലുള്ളതാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഈ ആധാർ കാർഡുകൾ അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജനുവരി 12-നായിരുന്നു സംഭവം. ഇവിടുത്തെ അക്ഷയ സെന്ററിലേക്ക് ഡൽഹിയിൽ നിന്നും UID അഡ്മിൻ ആണെന്ന് പരിചയപ്പെടുത്തിയ ആളുടെ ഫോൺ കോൾ വന്നു. അക്ഷയയിലെ ആധാർ മെഷീൻ 10,000 എൻറോൾമെന്റ് പൂർത്തിയാക്കിയതിനാൽ വെരിഫിക്കേഷൻ ആവശ്യമാണെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചത്. തുടർന്ന് എനിഡെസ്ക് എന്ന സോഫ്റ്റ്വെയർ കണക്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ഇതോടെ വെരിഫിക്കേഷൻ പൂർത്തിയായെന്നും പറഞ്ഞു. തുടർ പരിശോധനയുടെ ഭാഗമായി ഒരാളുടെ എൻറോൾമെന്റ് നടത്താനും ആവശ്യപ്പെട്ടു. ഇത് ചെയ്തതോടെ അഡ്മിനാണെന്ന് പരിചയപ്പെടുത്തിയ ആൾ എല്ലാം ശരിയായെന്നും ജോലി തുടരാനും പറഞ്ഞ് എനിഡെസ്ക് കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. ഈ സമയത്തിനിടെ തിരൂരിലെ അക്ഷയ സെന്ററിലെ ആധാർ മെഷീനിലേക്ക് തട്ടിപ്പുകാർ ആവശ്യമുള്ള ഡാറ്റ കയറ്റിവിട്ടെന്നാണ് സംശയിക്കുന്നത്. ഓരോ ആധാർ എൻറോൾമെന്റും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിശദമായ പരിശോധനയോടെയാണ് കടന്നു പോകുന്നത്. ഈ പരിശോധനയെല്ലാം ഇവ കടന്നു പോകുകയും അന്തിമ അംഗീകാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 25-നാണ് തട്ടിപ്പ് അധികൃതർ അറിയുന്നത്. പരിശോധനയിൽ ഇവ അപ്ലോഡ് ചെയ്തത് തിരൂർ ആലിംഗലിലെ ആധാർ മെഷീനിൽ നിന്നാണെങ്കിലും വിരലുകളും കണ്ണും ഉൾപ്പെടെയുള്ള പകർത്തലുകളുടെ ലൊക്കേഷൻ പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനത്തു നിന്നാണെന്നും കണ്ടെത്തുകയായിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് ആലിംഗൽ അക്ഷയ ഉടമ തിരൂർ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞു. മലബാർ ടൈംസ്, തിരൂർ.